പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ട്യൂബ് ലൈറ്റാണല്ലോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ട്യൂബ് ലൈറ്റിൻ്റെ ട്യൂബ് മാത്രം ഊരി എടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ റീപ്ലേസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ എല്ലാ വീടുകളിലും LED ലൈറ്റ് ഫിക്സ്റ്റേഴ്സാണ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു LED ട്യൂബ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോയി കഴിയുമ്പം റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഹാസിലാണ്. അപ്പോൾ ഇതിലെ മെയിൻ പാർട്ട് വഹിക്കുന്നത് അതിൻ്റെ ആ വയർ കണക്ഷനാണ്. ഒന്നെങ്കിൽ നമ്മളത് വയർ രണ്ടും പിരിച്ചു വെച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചെയ്ത് വെച്ചേക്കായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു PVC സ്ട്രിപ്പ് കണക്ടർ വല്ലതും യൂസ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ട്യൂബ് റീപ്ലേസ്മെൻറ്റ് പരിപാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നാമത് ഈ സാധനം ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആ പൊക്കത്ത് കയറി ആ ഇൻസുലേഷനൊക്കെ വലിച്ചു പറിച്ചൊന്നെങ്കിൽ അഴിച്ചു മാറ്റി വേറെ പിടിപ്പിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ PVC സ്ട്രിപ്പിൻ്റെ സ്ക്രൂ അഴിച്ചിട്ട് നമ്മൾ വയർ മാറ്റുമ്പോഴത്തേക്ക് ഈ സ്ക്രൂ പറഞ്ഞ് താഴെ പോകും. പിന്നെ അതെടുക്കാൻ നമ്മൾ താഴെ പോയിട്ട് പിന്നെയും കയറി വരണം. അങ്ങനെ നല്ല മെനക്കെട്ടൊരു പണിയാണ് വീട്ടിലെ ട്യൂബ് ലൈറ്റ് മാറുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹാസിലിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു പൊളി ഗാഡ്ജറ്റാണ് നമ്മൾ ഇന്ന് ചാനലിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് പൊളി ഗാഡ്ജറ്റ്സ്. നമ്മുടെ മലയാളം ടെക്കിലെ പുതിയൊരു സെഗ്മെൻറ്റാണ് ഈ പൊളി ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള യൂണീക്ക് ആയിട്ടുള്ള കിടിലൻ ഗാഡ്ജറ്റ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് നിങ്ങളെ തേടിയെത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഗാഡ്ജറ്റ് ഇതാണ്. ഇത് കണ്ടോ, ഇതൊരു ചെറിയൊരു സംഭവമാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണക്ടറാണ്. വയറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ചീപ്പായിട്ടുള്ള ഒരു ഗാഡ്ജറ്റ്. അപ്പോൾ ഈ ഒരു ഗാഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചീപ്പാണ്. അതുമാത്രമല്ല, ഇത് നല്ല സേഫും സെക്യൂറും ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്. അതുകൂടാതെ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പം നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ അവസാനമായിട്ട് കണ്ടത് ഒരു BLDC ഫാനിലാണ്. നമ്മൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ഫാനാണ്. അപ്പോൾ അതിൽ ഈ ഒരു കണക്ടറാണ് ഇൻബിൽറ്റ് ആയിട്ട് വന്നേക്കുന്നത്. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു DIY ഇലക്ട്രോണിക്സ് പ്രോജക്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ടെമ്പററി വയർ കണക്ഷൻസ് ട്രൈ ചെയ്ത് നോക്കണം, കണക്ട് ചെയ്യണം, വിടിയിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 വയറെടുത്ത് പിരിച്ച് ഇൻസുലേറ്റ് ചെയ്യുന്നതിൽ വളരെ അധികം എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് സംഭവം യൂസ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് വീടുകളിൽ ട്യൂബ് ലൈറ്റ് കണക്ട് ചെയ്യാൻ, ഫാൻ കണക്ട് ചെയ്യാൻ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ സ്പീക്കർ കണക്ഷനൊക്കെ കണക്ട് ചെയ്യാൻ, അങ്ങനെ വളരെയധികം ഓപ്ഷൻസിന് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് സ്റ്റഫുകൾ ടെമ്പററി ആയിട്ട് കണക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസവും വളരെ സിമ്പിളാണ് കേട്ടോ. 4 പ്രസ് ചെയ്യാവുന്ന ബട്ടൺസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അകത്തൊരു മെറ്റൽ ക്ലാമ്പ് പോലത്തെ ഒരു സംഭവമാണ്. ആ ക്ലാമ്പ് ഇങ്ങനെ താഴും. അപ്പോൾ അതിലേക്ക് നമ്മൾ വയർ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബട്ടൺ വിടുമ്പോൾ ആ ക്ലാമ്പ് വയറിനെ പ്രസ് ചെയ്ത് പിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടെമ്പററി സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റുകൾ വരുന്നത്. ട്യൂബിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. നമ്മുടെ വീട്ടിലെ ട്യൂബുകളൊക്കെ ഒരു 2-3 വർഷമൊക്കെയാണ് ആവറേജ് ലൈഫ് വരുന്നത്. അത് കഴിയുമ്പോൾ മാറും. അപ്പോൾ നമ്മൾ ഈ ഹൈറ്റിൽ കയറി മാറുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി ഈസി ആക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ഇലക്ട്രീഷ്യനെ വിളിക്കുകയാണെങ്കിൽ നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് ചിലരൊക്കെ വന്നിട്ട് ഇപ്പോൾ പിടിപ്പിച്ചിരിക്കുന്ന വയറങ്ങ് ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് പുതിയൊരു കണക്ഷൻ എടുത്ത് ട്യൂബ് പിടിപ്പിക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലെങ്ത് കുറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു ചെറിയ ഗാഡ്ജറ്റ് വെച്ച് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് പറയുന്നത് 240 വോൾട്ട് 10 ആംപിയറാണ്. പക്ഷേ 2400 വാട്ട്സ് വരെയുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ആകുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉരുകി ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായില്ല എന്നാണ് പ്രോഡക്റ്റ് പേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ട്യൂബ് ലൈറ്റ്, ഫാന്, അതുപോലുള്ള ലൈറ്റ് യൂസ് കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ നമ്മൾ 20 ട്യൂബോളം വെച്ചിട്ടാണ് ഇവിടെ ലൈറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളം ടെക് സ്റ്റുഡിയോയുടെ സീലിംഗ് എങ്ങനെയാണ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ ട്യൂബ് ലൈറ്റ് നമ്മൾ കണക്ട് ചെയ്യാനും ഈ സെയിം കണക്ടർ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ LED സ്ട്രിപ്പ് ഉപയോഗിക്കാതെ ട്യൂബ് ഉപയോഗിച്ചതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ഇതിനിടയ്ക്കൂടെ റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു സംഗതി കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് വന്ന ഒരു കൂളായിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെറിയൊരു കണക്ടർ. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയാം.
നമ്മൾ ഇത് 170 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പല പീസ് പല ക്വാണ്ടിറ്റിയിലുള്ള പല രീതിയിലുള്ള കണക്ഷൻസ് ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഇപ്പോൾ കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത് പേര് സെർച്ച് ചെയ്ത് തപ്പിയെടുക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള ലിങ്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മൊത്തം 170 രൂപയാണ് ചിലവായത്. 30 കണക്ടറാണ് മൊത്തം മേടിച്ചത്. അതിൽ 20 എണ്ണം നമ്മൾ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 3 എണ്ണം കൂടെ മിച്ചമുള്ളൂ. ഞാൻ ഓരോരോ റീപ്ലേസ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ സംഭവം എല്ലാം മാറ്റി ഈ കണക്ടർ പയ്യെ അവിടെ കയറ്റി. അപ്പോൾ ഇനി വരുന്ന റീപ്ലേസ്മെൻറ്റുകളെല്ലാം എനിക്കിപ്പോൾ വളരെയധികം ഈസി ആയിരിക്കും. അപ്പോൾ 170 ഡിവൈഡഡ് ബൈ 30 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപ 60 പൈസയാണ് ഒരു കണക്ടറിന് ചിലവായത്. ഞാനിവിടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ പോയി തിരക്കി ഇങ്ങനെ ഒരു കണക്ടറിനെ പറ്റി. പക്ഷേ ഇവിടെയെങ്കിലും ആർക്കും ഒരു ധാരണയും ഇല്ല. എല്ലാവരും ഇപ്പോഴും PVC സ്ട്രിപ്പ് കണക്ടറാണ്, സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതും ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും. അപ്പോൾ അതും ഇതും വെച്ച് നോക്കുമ്പം കൺവീനിയൻസിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഇൻഫർമേഷൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മലയാളം ടെക്കിൻ്റെ പോളി ഗാഡ്ജറ്റ്സ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.